യേശുവിൽ പ്രിയപ്പെട്ടവരെ, ധനവാൻ നല്ല ചുമന്ന പട്ടുവസ്ത്രം ധരിക്കുകയും നല്ല സൂപ്പർ ഫുഡ് കഴിക്കുകയും ചെയ്യുമായിരുന്നു. ആ തിന്നുന്നതിൻ്റെ മിച്ചം തിന്നാൻ ലാസർ എന്ന ദരിദ്രൻ പടിവാതുക്കൽ പട്ടികളോടൊപ്പം കിടപ്പുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ വീടിൻ്റെയോ സ്ഥാപനത്തിൻ്റെ വാതുക്കൽ അങ്ങനെ ഒരു ദരിദ്രൻ കിടന്നാൽ നമ്മുടെ മിച്ചം തിന്നാൻ നമ്മൾ ഒരിക്കലും അനുവദിക്കത്തില്ല, അയാൾ എഴുന്നേൽപ്പിച്ചു വിടും. പക്ഷേ ധനവാൻ ഈ ലാസറിനോട് സഹിഷ്ണുത കാണിച്ചു. എന്നിട്ടും മരിച്ചപ്പോൾ ധനവാൻ ശുദ്ധീകരണ സ്ഥലത്തിലല്ല, മറിച്ച് നരകത്തിൽ തന്നെയാണ് വീണത്. കാരണം ലാസറിനെ അയാൾ ഒരു പട്ടിയായിട്ടാണ് പരിഗണിച്ചത്, മനുഷ്യനായിട്ടല്ല. തന്നെ പോലെ ചുമന്ന പട്ടുവസ്ത്രം ധരിക്കാൻ ആഗ്രഹമുണ്ടെന്നും തിന്നാനും കുടിക്കാനും ആഗ്രഹമുണ്ടെന്നും ഒന്നും ധനവാൻ ചിന്തിച്ചില്ല. അങ്ങനൊരു പരിഗണന ലാസറിന് കൊടുത്തിരുന്നെങ്കിൽ ധനവാനും സ്വർഗരാജ്യത്തിൽ എത്തിച്ചേർന്നേനെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് സമ്പത്തുണ്ടാകാം, പണത്തിൻ്റെ മാത്രമല്ല, കഴിവുകളുടെയും സുഖസൗകര്യങ്ങളുടെയും. അതൊന്നുമില്ലാതെ വിഷമിക്കുന്ന ദരിദ്രർ, ലാസർമാർ നമ്മുടെ ചുറ്റിലുമുണ്ട്. അവരുടെ ആവശ്യങ്ങൾ നമ്മുടെ ആവശ്യമായിട്ടൊന്ന് പരിഗണിക്കാൻ സാധിച്ചാൽ, നമ്മളും അവരും ഒരേ തുല്യരാണ് എന്നുള്ളൊരു ചിന്തയോടെ പെരുമാറിയാൽ നമ്മളും സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരും. അല്ലാതെ ചുറ്റുമുള്ളവർ, ദരിദ്രർ നമ്മുടെ എച്ചിൽ തിന്നേണ്ടവരാണ് എന്ന് ചിന്തിക്കാതിരിക്കുക. വിശുദ്ധ യോഹന്നാൻ തൻ്റെ ലേഖനത്തിലൂടെ പറയുന്നുണ്ട്, വാക്കിലും സംസാരത്തിലും അല്ല, മറിച്ച് പ്രവൃത്തിയിലും സത്യത്തിലുമാണ് നമ്മൾ സ്നേഹം പ്രകടമാക്കേണ്ടതെന്ന്. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.